മുതലപ്പൊഴി വിഷയത്തിൽ ഒരു വിഭാഗം ആൾക്കാർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. മുതലപ്പൊഴിയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് പരിഹാരത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന MLA ആണ് നമ്മുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിട്ടുള്ള വി ശശി. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അവിടെ എത്തുകയും ഗവൺമെൻറ്, മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാരടക്കമുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് പ്രശ്ന പരിഹാരത്തിന് പരിശ്രമിക്കുന്ന വ്യക്തിയാണ് ശശി. ഇപ്പോൾ ഉണ്ടായ മുതലപ്പൊഴിയിൽ ഇപ്പോൾ ഉണ്ടായ 20 വർഷത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കെടുതിയിലും അദ്ദേഹം സജീവമായി ഇടപെടുകയുണ്ടായി. ജനാധിപത്യത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ വി ശശിയുടെ ആഫീസ് അടിച്ചു തകർത്തത്. വി ശശിയുടെ ആഫീസ് അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒന്നിനും വി ശശി അവിടെയുള്ള മത്സ്യത്തൊഴിലാളിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം, അല്ലെങ്കിൽ മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കണം. ഇത് രണ്ടും അദ്ദേഹത്തിന് ബാധകമല്ലാത്ത കാര്യമാണ്. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭയുടെ ഉന്നത സ്ഥാനത്ത് ഡെപ്യൂട്ടി സ്പീക്കർ വരെ ആയി പ്രവർത്തിച്ച അദ്ദേഹത്തിന് മനഃപൂർവ്വമാണ് ഒരു സംഘർഷം ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ആഫീസ് ഇന്നലെ അടിച്ചു തകർത്തത്. ശ്രീ ശശിയുടെ ആഫീസ് അടിച്ചു തകർത്തതിനെ തുടർന്ന് മറുഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരെല്ലാം കൂടി ഇതിൽ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ ഞങ്ങളുടെ LDFൻ്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ബദലുക്ക് ബദൽ എന്നുള്ള നിലയിൽ ഉള്ള ഒരു നടപടി വേണ്ട, നമുക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിച്ച് നാട്ടുകാരോട് വിവരം പറയാം എന്നുള്ള നിലയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ശശിയുടെ ആഫീസ് അടിച്ചു തകർത്ത് അവിടുത്തെ ആഫീസ് ഉപകരണങ്ങൾ തകർത്തു. അവരുടെ പേരിലൊക്കെ തന്നെ കർശനമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ മേഖലയിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനയുടെ യോഗം ഞാനും സജി ചെറിയാനും കളക്ടറുമൊക്കെ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ചേരുകയുണ്ടായി. ഹാളിനകത്ത് എല്ലാം സമ്മതിച്ചിട്ട് പോയ ശേഷമാണ് പുറത്തിറങ്ങി ഞങ്ങളിതൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, പ്രശ്നം നാട്ടുകാർക്ക് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുഴി മുറിക്കുക എന്നുള്ളത്. കുഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അതിന് മുറിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ 400 ആൾക്കാർ വരും. കുഴി സമ്മതിക്കാത്ത ഒരു കലാപം നടക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പം അവിടെ ആ പ്രദേശത്ത് 400 ആൾക്കാർ മാത്രമല്ല ഉള്ളത്. കുഴി മുറിക്കാതെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 8 പഞ്ചായത്ത് വെള്ളത്തിനടിയിൽ ആവുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ വെള്ളത്തിനടിയിലാവുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ അത് എത്ര പരിശ്രമം നടത്തിയിട്ടും അവർ പൊഴി മുറിക്കുന്നതും ഈ മുതലപ്പൊഴിയിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ഒരു ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ബന്ധം ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ ഒഴുക്കിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കേണ്ട കാര്യം ഇല്ല. മണൽ അവിടെ കൂടിയിരിക്കുന്ന മണൽ അത് നീക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായത് ഞങ്ങൾ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ചിട്ടാണ്. അതിനെ ലംഘിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സൗഹാർദ്ദത്തിന് വേണ്ടി മാന്യമായി എന്ത് യോഗം വിളിച്ചു ചേർത്താലും ആ യോഗത്തിൽ വന്ന് ബോളമുണ്ടാക്കി യോഗം അനുകൂലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, ഇതിൻ്റെ പുറത്തിറങ്ങി ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. ഇതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഇപ്പം നിലവിൽ
4 എക്സവേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ JCB അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രെഡ്ജർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മണൽ നീക്കം ചെയ്യാൻ ടിപ്പറുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തിരിച്ചിട്ടുള്ള ട്രെഡ്ജർ കോഴിക്കോട് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കളക്ടർ അതിൻ്റെ വിശദമായി പറയും. 2 എക്സ്കവേറ്റർ കൂടി ഉടനെത്തും. കണ്ണൂരിൽ നിന്നുള്ള വലിയ ഡ്രഡ്ജർ ബേപ്പൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മണൽ നീക്കാതിരുന്നാൽ 5 പഞ്ചായത്തുകൾക്ക് വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ വേറൊരു വശം, ഈ 117 കോടി രൂപയുടെ തുറമുഖ വികസന പദ്ധതി കേന്ദ്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 60% കേന്ദ്രവും 40% കേരളം. ടെൻഡർ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നടപടിയിൽ മുന്നോട്ട് പോകുന്നതിന് മണൽ നീക്കം ചെയ്യുന്നത് അനിവാര്യമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിനെ ഈ LDFൻ്റെ ഭരണ കാലഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ആണ് ഇന്നിപ്പോൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്.